സ്വന്തമായിട്ട് പൊടിപ്പിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുക്കുന്നതിൻ്റെ ഒരു അഹങ്കാരം കണ്ടോ മൊത്തം എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. കാരണം അമ്മ ഉണ്ടാക്കിയ നെയ്യ്, അമ്മയുടെ ഉണ്ണിയപ്പ കല്ല്. അതിനു മുമ്പാന്ന് തോന്നുന്നു പ്രേതം മൂവിക്കില് വന്നതും അല്ലെ, പുള്ളിയുടെ കുറെ ഇന്റർവ്യൂസ് വന്നതും. അപ്പൊ മെന്റലിസത്തോട് തന്നെ ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് പൊതുവെ മെന്റലിസത്തോട് ഒരു ക്രൈസ് ഉണ്ട്. പിന്നെ അച്ഛനും അമ്മയും ചോട്ടും കൂടെ വന്നു. ഇതിനകത്തുണ്ടോ വെളുത്തിരിക്കുന്നത്? അത് വെളുത്തിരിക്കുന്നത് അവിടെ തിരിച്ചിരിക്കും. അത് വെളുത്തിരിക്കുന്നത് വെളുത്ത ശർക്കര ചേർത്തിട്ടുള്ളതുകൊണ്ടാണ്. എന്തിനാ പേടിക്കുന്നേ? ഇപ്പൊ പിള്ളേരെ പിടുത്തക്കാരൊന്നും ഇല്ല. ഓ ഇതാണോ ഇയാളുടെ കാലയില്? ഈച്ചിട്ടാ എന്തിനായിരുന്നു കുത്തുന്നത്? എന്തിനാ? അല്ല അപ്പൂപ്പൻ പറയുന്നു. എന്ത് പേടി? ഉറുമ്പിനകത്താണോ നിൽക്കുന്നേ? എവിടെ കുത്തണേ? കുത്തിയാൽ അതിനകത്ത് കേറുന്നില്ലല്ലേ? എന്നെ ഒന്ന് കാണിക്കാമോ? എന്ത് കേറ്റാനാ? ഈ മണ്ണിനകത്തിൽ ഈ കമ്പ് ഒന്ന് കേറ്റാനാ അപ്പൂപ്പൻ പറഞ്ഞതാ. കേറ്റാൻ പറ്റുമെന്നോ? അതിനെന്തിനീ സങ്കടപ്പെടുന്നത്? ഫേസ് എന്താ ഇങ്ങനെ വെച്ചേക്കുന്നത്? ഇത് ഇനി ഇങ്ങനെ പൊക്കിയിട്ട് ഒറ്റ കുത്ത്. അതിന് എന്തോ വേണ്ടേ? ആ മണ്ണിനകത്ത് കമ്പ് ഇങ്ങനെ നിൽക്കണോ? അങ്ങനെ നിൽക്കണമെങ്കിൽ അത് അത്രയും ഇതിൽ വിട്ടേ. കുഞ്ഞൊന്ന് വിട്ടേ. നെല്ല് വിട്ട് ഇപ്പോൾ ഇവിടല്ലേ, ഇങ്ങനെ നേരെ ആക്കും. വിട് ഇത് നിൽക്കുന്നുണ്ടല്ലോ. അല്ല സെന്ററിൽ നിൽക്കണമെന്ന് അപ്പൂപ്പൻ പറഞ്ഞേക്കുന്നത്. ഏത് സെന്ററിൽ? കുത്തിയേക്കുന്ന സെന്ററിൽ. അപ്പൂപ്പനെ ഒന്ന് കാണിക്കാം. അപ്പൊ മോന് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട് നിൽക്കാൻ വേണ്ടിട്ട് പറഞ്ഞായിരിക്കും ഇതൊക്കെ. അല്ല അങ്ങനെയൊന്നും പറഞ്ഞല്ല. ഞാൻ അപ്പൂപ്പനോട് വേളം ഉണ്ടാക്കിച്ച് അങ്ങനെ ആക്കിയതാ. അപ്പൂപ്പൻ എന്ത് ചെയ്യും? അമ്മയുടെ കയ്യിൽ വരാലിരിക്കുന്നു. എല്ലാം അമ്മയുടെ പേര് പറഞ്ഞാ തുടങ്ങുന്നത്. കാരണം അമ്മ ഉണ്ടാക്കിയ നെയ്യ്, അമ്മയുടെ ഉണ്ണിയപ്പ കല്ല്, അമ്മയുടെ അമ്മ എടുത്തു വെച്ചിരുന്ന കുറച്ച് പനിഞ്ഞില് കുഞ്ഞുങ്ങൾ. ഇതിനെ ഇന്ന് പനിഞ്ഞില് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട്, പനിഞ്ഞില്ലേ മത്തിയുടെ പനിഞ്ഞില്, അത് ഇത് ഞാൻ ഇന്നലെ കലക്കി വെച്ച ഉണ്ണിയപ്പത്തിന്റെ മാവ്. ഇത് ഇന്നലെ ചുടാൻ ഇരുന്നതാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇന്നലെ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലത്തേക്ക് അത് മാറ്റി. അതുകൊണ്ട് ഇത് ചുട്ട് തീർന്നിട്ടേ ബാക്കി അടുക്കളയിലെ പണിയൊക്കെ ഇന്ന് നടക്കുള്ളൂ. അപ്പം ഉണ്ണിയപ്പം കുറച്ചുണ്ടാക്കി. അപ്പോഴാണ് ചുട്ട് പെട്ടെന്ന് വന്നത്. വരാലൊക്കെ മേടിച്ചോണ്ട് നമ്മള് വരാൽ ഇവിടെ തൊട്ടടുത്ത് വലിയ കുരുമുക എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പം അവിടെ പോയിട്ട് മേടിച്ചതാണ്. ഇന്ന് ഉച്ചയ്ക്ക് വരാലിക്കറി. നമുക്കത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാം കേട്ടോ. വരാലി കറി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഉണ്ണിയപ്പ കുട്ടികൾ. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. നന്ദനം വിളിച്ചിട്ട് വരാം. നന്ദു ഉണ്ണി അപ്പം കഴിക്കാൻ വിളിക്കുന്നു. അല്ല എത്രയായി? എത്രയെന്ന് കാണിച്ചേ? ആപ്ലിക്കേഷൻ 3.5 ആണ് ഇപ്പൊ കറന്റ് പ്രൊഡക്ഷൻ. 3.52 ലൈഫ് ടൈം. അപ്പൊ ഈ ഇപ്പം വെച്ചതിന് ശേഷം 143 കിലോ വാട്ട് ഉണ്ടാക്കി അല്ലേ? ഈ മാസത്തെ വെച്ചതിന് ശേഷം. അതെ എല്ലാവർക്കും എന്റെ കൈ തന്നെ ചെല്ലണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? വരാലിനെ വെട്ടാനും ഞാൻ ചെല്ലണം. അല്ല സോറി, വെട്ടിക്കഴിഞ്ഞു. ഇനി എന്നെ ക്ലീൻ തലയിലേ വരാലിന്റെ തല ഓ ഞങ്ങളുടെ മുമ്പിലിട്ടാ തല്ലിക്കൊന്നെ പട്ടപ്പട്ടാന്ന് അടിക്കുന്നത്. ദയനീയമായ ഒരു അന്ത്യം വരും.
ഓ അവന് അന്ത്യത്തിന് പ്രശ്നമൊന്നുമില്ല. വരാല് തന്നെയാണേ. വരാല് മുഷി കാരി വാള. അല്ലല്ല മുഷി ഇതിനെക്കാട്ടും പക്ഷെ നിങ്ങൾ അന്നേരം അതും കൂടി നിങ്ങൾ കവർ ചെയ്യാൻ മറന്നു പോയായിരുന്നു കേട്ടോ. അല്ല എന്നാലും ഇതിന്റെ ദേശം വെളുത്താണല്ലോ ഇരിക്കട്ടെ. അത് ചോരയല്ല, ചോരയുടെ അല്ല, ഇത് മുഷിയല്ലല്ലോ അല്ലേ? ഞാൻ ചോദിച്ചു നന്ദുവിന് ഒന്നാമത് വരാലെ കണ്ട ശരിക്കും അറിയാന്ന് പറഞ്ഞാ. ഈ ഇരുട്ടത്ത് എന്തായാലും തിരിച്ചറിയാം. പിന്നെ ഭയങ്കര അറിവാ. പക്ഷെ വരാലിന് ഞാൻ അന്ന് മേടിച്ചതിന് നല്ല തൂവെള്ള നിറമായിരുന്നു സ്കിന്ന്. അത് നേരത്തെ കത്തതല്ലായിരിക്കും. അല്ല അന്നേരം തല്ലിക്കൊന്ന വരാലായിരുന്നു. അവിടെ ഉണ്ണിയപ്പം കിടക്കുന്നു. എല്ലായിടത്തും എന്റെ കൈ തന്നെ ചെല്ലണം. ചുമ്മാതാണ് ഗൈസ്, തള്ളി മറക്കിയാണ് ഗൈസ്. കണ്ടോ ഉണ്ണിയപ്പം ഒരു സൈഡ് മൂത്തു പോയി. കണ്ടോ അത്രയും കൊണ്ട് വരണ്ടേ? വേണം എന്നാലും പറയുമ്പോ ഒരു പഞ്ചായത്ത് എടുത്തോ കഴിച്ചു വെക്കോ. യുവയും കഴിച്ചിട്ട് പറഞ്ഞു എന്റെ അടുത്ത് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മേ, ആർക്കും കൊടുക്കരുത്, സൂക്ഷിച്ചു വെക്കണം. മൊത്തം എനിക്ക് വേണം. അങ്ങനെ കൊള്ളാം. ആ കണ്ടോ ഭയങ്കര ടേസ്റ്റ് ആണെന്നാ പറഞ്ഞത്. അസാധ്യ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? ഞാൻ ക്രിസ്പി ആയിട്ടുള്ള നല്ല. ഇതിനകത്ത് വെളുത്തിരിക്കുന്നത് അതും വെളുത്തിരിക്കുന്നത് അവരെന്നെ തിരിതിരിക്കും. അതും വെളുത്തിരിക്കുന്നത് വെളുത്ത ശർക്കര ചേർത്തിട്ടുള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു കുറ്റം ചോദിക്കാൻ അതോ എന്താ വെളുത്തിരിക്കുന്നത്? നല്ല ക്രിസ്പി ആയിട്ട് കൊണ്ടുണ്ട്. നമുക്ക് ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്നതിന് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങക്ക് ഉണ്ണിയപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇനി എടുക്കുമ്പോ റെസിപ്പി പറഞ്ഞുതരാം. ഇത് തനതായ റെസിപ്പിയാണ്. ഇത് ചില ഉണ്ട ശർക്കരകള് നല്ല വെളുത്തായിരിക്കുന്നത്. ഈ കുടിക്കുന്നത് പാലാണെന്ന് കരുതും, പക്ഷെ അല്ല, മോരും വെള്ളമാണ്. മോരും വെള്ളമാണ് ഗൈസ് ഈ കുടിച്ചോണ്ടിരിക്കുന്നത്. പുളിപ്രിയൻ. പാലും ഇഷ്ടമൊന്നുമല്ല. പാല് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ നന്ദുവിനെ വിളിക്കുന്നത് വരാലിന്റെ തല ഉരയ്ക്കാനായിരിക്കും. ചെല്ല് പോയി തല ഉരയ്ക്കുന്നത്. അമ്മ ധൃതി വെച്ച് തലക്കറിയല്ല വരാല് കറി ഉണ്ടാക്കുന്നു. കേരളത്തിൽ എല്ലായിടത്തും ഇതുപോലാണോ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അമ്മയുടെ രീതിയിൽ മനോഹരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തോ ഇട്ടേ? കടുകിട്ടോ? കടുകിട്ടു. അത് കഴിഞ്ഞ് ഉലുവ. എന്തിനകത്തോടെ ഇട്ടേ? വെളിച്ചെണ്ണക്കകത്ത് ചുമന്നുള്ളിയും കൂടി എന്ത് കാണിച്ചു. എന്തോരം കണക്കുണ്ടോ ഇതിന്? അപ്പം കുറച്ചെടുക്കണം, അത്രേ ഉള്ളൂ. 10-15 ഉള്ളി കാണും. കൊച്ചുള്ളി, വെളുത്തുള്ളി 8-10 വരുന്നു, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. ഇപ്പൊ എന്ത് ഉലുവ ഇട്ടോ? ഉലുവ കടുകിട്ടു, ഉലുവ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി അരിഞ്ഞത്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ വീട്ടിലെ കറിവേപ്പിലയാണ്. പുറത്തു നിന്നുള്ള ഒരു സാധനങ്ങളും ഇവിടെ അലൗ ചെയ്യുന്നതല്ല. എത്ര ഉണ്ട്? 2-3 തണ്ടിട്ടാ തോന്നുന്നു അല്ലേ? ഇതൊക്കെ ഓരോ കണക്കാ കേട്ടോ. ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള കണക്കാ. ഇതിനകത്തൊന്നും നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പുളിയെപ്പറ്റി പറ. പുളി കുടംപുളിയാണ്. ഞാൻ ചുമ്മാ ഒന്ന് വെള്ളത്തിലോട്ട് ഇട്ടതാണ്. എത്ര നേരം വൈകിട്ടിട്ട്? വരാല് കറിയാണേ നമ്മൾ വെക്കുന്നത്. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടിയാണ്. പുളി കൂടി ഇതിനകത്ത് ഇട്ട് നടക്കാം, പൂക്കാതിരിക്കാനൊക്കെ. പച്ചപ്പുളി ഇടാതെ ഇതിനകത്തിട്ടൊന്ന്. എന്തിനാ? പൂക്കാതിരിക്കാനോ? എന്താ പൂക്കാതിരിക്കാന്ന് വെച്ചാൽ മീന് വെള്ളമായി ഇല്ലാതിരിക്കാനായിട്ട് എണ്ണയ്ക്കകത്തിട്ട്. ഓക്കെ. ഈ വരാല് കറിക്ക് ഏകദേശം ഒരു കുന്നന്താനത്തിന്റെ ചുവ കാണുമായിരിക്കും. ഇവിടെ ഉള്ളതല്ല, അമ്മ ഇവിടെ നിന്നുള്ളതല്ല, അമ്മ ഒരു മലയെന്നുള്ളതാ. അമ്മ ഇവിടെ നിന്നുള്ളതല്ല, അമ്മ ഒരു മലയെന്ന് കെട്ടിക്കൊണ്ട് മാവേലിക്കരയിലോട്ട് വന്നതാ. അതുകൊണ്ട് ഇതൊക്കെ കുന്നന്താനത്തിന്റെ ചിലപ്പം ചില തനതായ രീതികളായിരിക്കും. പുളിയൊക്കെ ഇതിനകത്തിൽ എണ്ണയ്ക്കകത്ത് കിടന്ന് വഴലുന്നുണ്ട്. കല്ലുപ്പിനെ ഇവിടെ വേണ്ട തനതായ ഒരു ഭരണിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭരണിക്കകത്തിൽ നിന്ന് എടുത്ത് ആണ് സാധാരണ ചെയ്യുന്നത്.
3 സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണോ? ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്ന തുഷാര സൂപ്പർ മാർക്കറ്റിലെ മുളക് പൊടിയാണോ? തുഷാരയല്ല, ഞാൻ സ്വന്തമായിട്ട് പൊടിപ്പിച്ച മുളക് പൊടിയാണ്. സ്വന്തമായിട്ട് പൊടിപ്പിച്ച മുളക് പൊടി മല്ലിപ്പൊടി എടുക്കുന്നതിന്റെ ഒരു അഹങ്കാരം കണ്ടോ മൊത്തം. എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തിയ. അതുകൊണ്ട് തന്നെ പുറത്ത് തന്നെ ഇട്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് അങ്ങനെ എടുക്കും. ഇപ്പൊ അത് 1 കപ്പ് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ ചിരട്ടയ്ക്ക് ഇങ്ങനെ കറുത്ത നിറം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കറുത്ത ചിരട്ട. ഇത് ഉപ്പിനകത്ത് കിടന്ന് ഈ ചിരട്ട ഇങ്ങനെ ആയതാ. ഇതിന്റെയൊക്കെ ഒറയൊക്കെ ഒഴിക്കുന്നൊക്കെ കണ്ടോ? ചിരട്ടയുടെ കളർ കണ്ടോ? കറുത്ത് ഉപ്പിനകത്ത് കിടന്ന് അങ്ങനെ അയക്കുന്നു. ഇത് പരിഞ്ഞില് വെക്കാം. പരിഞ്ഞിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നു. ഇത് നമ്മുടെ വരാലാണ്, ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന വരാല്. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇത് വെള്ളത്തിലിടും. ഇതിന് തിളയ്ക്കുന്ന വെള്ളത്തിലോ മുളകിന്റെ വെള്ളത്തിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന മീൻകറിയുടെ ചാറ്. അപ്പൊ ആ ചാറിലോട്ട് ഇനിയും ഈ വരാലിനെ പെറുക്കി ഇടണം. ഓരോന്നായിട്ട് പെറുക്കിയിട്ടോളും. തിളച്ചിട്ട് വേണമെങ്കിൽ ശാലം കൂടെ ചേർത്താം. കൂടിപ്പോയല്ലേ സ്പെഷ്യൽ കറിക്കാരെല്ലാം കൂടെ നമ്മളെ കൂടി. വരാലിന്റെ കറിക്കാരെല്ലാം കൂടെ നമ്മളെ കറിയാക്കും. ഇത് കഴിക്കട്ടെ, കുഞ്ഞിന് വേണേലും വറക്കാൻ നാളത്തേക്ക്. ഓക്കെ, എടുത്ത് വെച്ചു, കട്ട് ചെയ്ത് വെച്ചാണ്. എനിക്കിത് എത്ര മിനിറ്റ് ഇരിക്കണം? തിളക്കട്ടെ, തിളച്ച് കുറച്ച് പറ്റണം. പകുതി വെന്തല്ലേ? ജസ്റ്റ് ഒന്ന് തിളച്ചു. എന്താമേ പിന്നെ ഉപ്പൊഴിക്കുന്നേ? ഉപ്പിൻ്റെ കളറുണ്ട്. കുറച്ചുകൂടി ഉപ്പ് വേണോ? അച്ഛൻ ഉപ്പ് ഒഴിച്ചു. മീന് സ്പൂണിട്ട് കുത്തി ഇളക്കാൻ പറ്റാഞ്ഞിട്ടല്ല ഇപ്പൊ ഇത് കറക്കിയത്. ഇതെല്ലാം കൂടെ പൊടിഞ്ഞു പോയിരിക്കാൻ അല്ലേ? പൊടിയെ ഇളക്കത്തില്ല, അങ്ങനെ മീൻ അങ്ങനെ ഇളക്കത്തില്ല. ഇളക്കിയാൽ മുഴുവൻ പൊടിഞ്ഞു. ഏത് മീനായാലും മുളി കറക്റ്റ് ആണെന്ന് അറിയാൻ മീനിന് ചൂട് മുമ്പത്തെ പോലെ വരകിന്റെ എടുക്കരുത്. തിളച്ച ചൂടുള്ള വേണോടെ കയ്യിൽ പോണ ഇടത്തെ കൈയാവും. ഇത് സ്പൂണാകുമ്പോ എല്ലാം കറക്റ്റാ. സ്പൂൺ കഴുകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ തിളയ്ക്കണം. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്യും. ചാറ് വേണ്ടോണ്ട് ഈ വരാലിനെ കണ്ടോണ്ട് പല പ്ലാനുകളാണ് മുന്നിലിരിക്കുന്നത്. ഒന്ന് ഉച്ചക്കത്തെ ചോറ്, വൈകിട്ട് അപ്പവും വരാൽ കറി, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ കറി ഉണ്ടാക്കി കഴിഞ്ഞു. ദാ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ പുറത്ത് പോകുന്നത് വേറൊരു രസമാണ്. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ കുറച്ചു നേരം അടച്ചു വെച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു ഫ്ലേവർ മീനിലോട്ട് വരും അല്ലേ? ഇപ്പൊ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. പുറത്തോട്ട് നമ്മൾ എവിടെ പോവാ? നമ്മളിവിടെ പോന്നേ പുറത്തോട്ട്, അതായത് കുറെ നാളും കൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു സംഭവം അല്ലേ? നമ്മള് അല്ല, ഇതിന് പറയുന്നതിന് മുമ്പേ നന്ദു ഈ പുള്ളിയുടെ ഇത് കണ്ടിട്ടുണ്ടോ? മറ്റേ ആദ്യയുടെ ചാനലില് ഉള്ള പ്രോഗ്രാം. ചാനലില് ഞാൻ കുറച്ച് റീൽസും അല്ലാതെ നേരത്തെ എപ്പോഴോ കണ്ടിട്ടുണ്ട്. അല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ സ്റ്റേജ് പ്രോഗ്രാം അല്ലടാ. പിന്നെ സ്റ്റേജ് പ്രോഗ്രാം അല്ല, ഞങ്ങള് നേരത്തെ കാരണം ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഈ ബുക്സിനെ പറ്റിയിട്ട്, വായനയെ പറ്റിയിട്ടും പിന്നെ അല്ലാതുള്ള പൊതുവെ ഉള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നല്ല ക്വാളിറ്റിയിൽ ചില വീഡിയോസ് ആദ്യയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈബ്രറി ഓഫ് ഹാപ്പിനെസ്. അതെ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നല്ല മ്യൂസിക്കും ഒക്കെ വെച്ച് നല്ല ഭയങ്കര ഫീലാണ് അത് കാണാൻ. ആ മെസ്സേജ് കറക്റ്റ് ആയിട്ട് നമ്മളിലോട്ട് എത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളത് കണ്ടിട്ടുണ്ട്. ഇൻസോമാനിയ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മളിപ്പം 1 month above ആയി ബുക്ക് ചെയ്തിട്ട് ഇവിടുന്നാണ് സുദിനം വന്നിരിക്കുന്നത് അല്ലേ? അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ഷോ നടത്തുന്നുണ്ട് കേരളത്തിൽ, പലയിടത്തും ഉണ്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങള് ഷോ ബുക്ക് ചെയ്തത് ഇന്ത്യ ലൈവിലായിരുന്നു. നമ്മൾ ഇത് അല്ല, അപ്പം അങ്ങനെ ആ പ്രോഗ്രാം ഒക്കെ യൂട്യൂബിലുള്ള സംഭവം കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനു മുമ്പ് ആ സമയത്ത് കണ്ടാണ്, അതിനു മുമ്പാന്ന് തോന്നുന്നു പ്രേതം മൂവിക്കില് വന്നതും അല്ലെ, പുള്ളിയുടെ കുറെ ഇന്റർവ്യൂസ് വന്നതും. അപ്പൊ മെന്റലിസത്തോട് തന്നെ ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് പൊതുവെ മെന്റലിസത്തോട് ഒരു ക്രൈസ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും കാണും. അപ്പം എന്നിട്ട് അതിനുശേഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ പറ്റി അറിയുന്നത് റീസെന്റ്. ഐ മീൻ ഞാൻ വിചാരിച്ചു പുറത്തൊക്കെ ഉള്ളായിരിക്കുന്നത്. അപ്പൊ
അപ്പം റീസെന്റ് അറിഞ്ഞിട്ട് അപ്പം ഈ മാസം തന്നെ വടക്കൂന്നൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇത് ഷോ നടത്തി വന്ന് നമുക്ക് ഇപ്പൊ കോട്ടയത്ത് ഈ മാസം 2-ാം തീയതി ഉണ്ടായിരുന്നു. കോട്ടയത്തുണ്ടായിരുന്നു. നമ്മൾ കോട്ടയം നോക്കി, പക്ഷെ നമുക്ക് അന്ന് ഡേറ്റിൽ എന്തോ അപ്പൊ പിന്നെ നമ്മള് കരുനാഗപ്പള്ളിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ കരുനാഗപ്പള്ളിയില് പോന്നു. അപ്പം ഇവിടുന്ന് ഞാനിപ്പം മീനുവിന്റെ വീട്ടിൽ നിന്ന് വരുവാണ്. അപ്പൊ പിന്നെ അവിടുന്ന് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഇവിടെ അച്ഛനും അമ്മയും വന്നില്ല ഈ പ്രാവശ്യം. അവിടുന്ന് അവര് അച്ഛനും അമ്മ, ചോട്ടു, പിന്നെ സിദ്ധു, തീർത്ത, കലക്കുഞ്ഞമ്മ, പപ്പച്ചിപ്പേരമ്മ, അങ്ങനെ എല്ലാം ഒരു വേറൊരു ഫുൾ ഫാമിലി വന്നിട്ടില്ല. അവിടുന്ന് കുറച്ച് ഒരു ഗ്യാങ് അങ്ങനെ അപ്പുറത്തൂടെ അല്ലാതെ പോകുന്നുണ്ട്. അപ്പം കരുനാഗപ്പള്ളിയിലെ സിദ്ധുവിന്റെ ഒക്കെ കല്യാണം നടത്തിയ ഓഡിറ്റോറിയത്തിലാണ് അപ്പൊ ഈ ഷോ നടക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പോയി, അപ്പൊ അതിന്റെ ഒരു ത്രില്ലാണ്. ആദ്യമായിട്ടാണ് മെന്റലിസം നേരിട്ട് കാണാൻ പോകുന്നത്. കണ്ടിട്ടുള്ളവരൊക്കെ പറയുന്നത് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണെന്നാണ് എല്ലാരും പറഞ്ഞിട്ടുള്ളത്. അതെ അതെ. അപ്പൊ പിന്നെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. യുവനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പം എന്റെ അവിടെ വീട്ടില് അമ്മയും അച്ഛനെയൊക്കെ അവനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ അവൻ എന്താ ഇതെന്നൊന്നും അറിയില്ലല്ലോ. അവനെ അല്ല കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ മാജിക് ഒക്കെ കണ്ടു കഴിഞ്ഞാല് കുറച്ചും കൂടെ ഫിസിക്കലി എല്ലാം കാണുമ്പോൾ മനസ്സിലാവും. ഇത് മെന്റലിസം അല്ലാതുള്ള പരിപാടികൾ, ഇപ്പം മൈൻഡ് പരിപാടികളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മൊത്തം കൺഫ്യൂസ്ഡ് ആയിരിക്കും. അല്ലെ തന്നെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാല് മൊത്തം ഡൗട്ടാ. അപ്പൊ നമ്മൾ ഡൗട്ട് തീർക്കാൻ അങ്ങനെ മടിയുള്ള പേരൻസ് ഒന്നുമല്ല. പക്ഷെ ഈ ഒരു കാര്യത്തില് അവന്റെ ഡൗട്ട്സും നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഇങ്ങോട്ടും പിടിക്കാം, അവിടെ സെന്ററിലോട്ട്. അപ്പൊ പറയുമ്പോ ക്ലിയർ ആയിട്ട് തന്നെ അവന്റെ അടുത്ത് പറയണം. അത് വളർന്നു കഴിഞ്ഞിട്ട് അവന് കൂട്ടത്തിലൊന്ന് കൂട്ടാം എന്നുള്ള രീതിയിലാണ്. അല്ലാതെ അവന് അറിയില്ലല്ലോ നമ്മളിപ്പോ പറയുന്ന കാര്യം. അത്യാവശ്യം ഫുൾ വണ്ടിയായി. ഫുൾ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക. നല്ല തിരക്ക്. നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ടോ. അച്ഛനും അമ്മയും ചോട്ടും കൂടെ വന്നു. അപ്പോൾ ഇതാ നമ്മുടെ കൂടെ 6 ഡയമണ്ട് എല്ലാവരും ഫില്ലായി. ആക്ച്വലി വലിയ ക്യൂ ആണ് കേട്ടോ. നമ്മളെടുത്തത് ഡയമണ്ടിൻ്റെ ടിക്കറ്റായിരുന്നു. ക്യൂ ഭയങ്കര ക്യൂ ആണ്. എല്ലാവരുടെയും ടിക്കറ്റ് എൻ്റെ എല്ലാം കൂടെ വെച്ചിരുന്നത് അല്ലേ? എല്ലാവരുടെയും ടിക്കറ്റ് ആ